ഹേ ഗായ്സ്, അപ്പോൾ ഹെവി ആയിട്ടൊരു ഇയറിങ്സ് ഉണ്ടാക്കിയെടുത്താലോ? അപ്പോൾ അതിന് മുമ്പേ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ തംബ്നെയിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, ഇതൊരു ഹെവി ജ്വല്ലറിയുടെ ഒരു വീഡിയോയാണ്. അപ്പോൾ ഇയറിങ്സ് ഒക്കെ ഇഷ്ടമാവുന്നവർക്ക് ജസ്റ്റ് ഇത് കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. കോമൺലി ഞാൻ ഷോർട്സാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഷോർട്സൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ ഇയറിങ്സിൻ്റെ വീഡിയോസൊക്കെ ആകുമ്പോൾ ചിലർക്കത് മനസ്സിലായെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ലോങ് വീഡിയോസൊന്നും ഞാൻ അപ്ലോഡ് ചെയ്യാറില്ലായിരുന്നു. ഇനി തൊട്ട് അങ്ങോട്ട് ലോങ് വീഡിയോസും കൂടി ഇട്ടാലോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ആദ്യം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ കമ്മലുണ്ടാക്കുന്നതിൻ്റെ കാര്യങ്ങളൊന്നും പറയാൻ മറന്നുപോയി. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ട് മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ കമ്മലുണ്ടാക്കുന്നതിൻ്റെ മെറ്റീരിയൽസ് എല്ലാം ഞാൻ മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്തതായിരുന്നു. അപ്പം ആദ്യമൊക്കെ ട്രയൽ ചെയ്യാൻ നോക്കുന്നവർക്കാണെങ്കിൽ ജസ്റ്റ് കുറഞ്ഞ ക്വാണ്ടിറ്റിയിലൊക്കെ ഓർഡർ ചെയ്തിട്ട് ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് സക്സസ് ആവുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ എടുത്തിട്ട് ഉണ്ടാക്കി ഇങ്ങനെ ഹാൻഡ് മെയ്ഡായിട്ടുള്ള ജ്വല്ലറീസ് വാങ്ങിക്കുന്ന തയ്യാറാവുന്നവർക്കൊക്കെ കൊടുക്കാവുന്നതാണ്. അപ്പം ഞാൻ ഈ ജ്വല്ലറീസൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വയ്ക്കുന്നതല്ലാതെ പുറത്തോട്ടൊന്നും സെല്ല് ചെയ്യാറില്ല. എല്ലാം ഞാൻ തന്നെ ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കാറാണ് പതിവ്. ഹാൻഡ് മെയ്ഡ് ജ്വല്ലറീസിൻ്റെ വീഡിയോസൊക്കെ ഒത്തിരി കാണുന്നതുകൊണ്ടാവാം ഇപ്പോഴുള്ള ഹെവി ജ്വല്ലറീസിനോടൊക്കെ ഒരു താല്പര്യമൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് ഇങ്ങനത്തെ ഇതൊക്കെ ചെയ്ത് നോക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലിൽ കയറി നോക്കിയാൽ അറിയായിരിക്കും, ഞാൻ ക്ലേ ആയിട്ടാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഇടയ്ക്കൊക്കെ ഇതുപോലത്തെ ജ്വല്ലറീസൊക്കെ ഇടാറുണ്ട്. അപ്പോൾ കമ്മലിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണിത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കണ്ട് മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഐപ്പിന് സെറ്റ് ചെയ്യുന്നതും കുങ്കുരുവും ഹാങ്ങിങ്സും ഒക്കെ കൊടുക്കുന്നതും ഒക്കെ ഞാനിതിൽ കാണിക്കുന്നുണ്ട്. മനസ്സിലാകാത്തവർ ജസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്കത് ക്ലിക്കാവും. ശരിക്കും പറഞ്ഞാൽ ഇതുപോലത്തെ ഹെവി ആയിട്ടുള്ള ഇയറിങ്സ് ഒക്കെ വാങ്ങിക്കുകയാണെങ്കിൽ ഒത്തിരി കാശ് ചിലവാകും. അപ്പോൾ നമ്മുടെ കയ്യിൽ മെറ്റീരിയൽസൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടാനുസരണം നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എന്തെങ്കിലും ഫങ്ഷൻസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഡ്രസ്സിന് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള സ്റ്റോൺസ് ഒക്കെ വാങ്ങിയിട്ട് നമുക്ക് തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് പുറത്തു നിന്ന് വാങ്ങുന്ന പൈസയും ഇതിൽ നിന്ന് തന്നെ ലാഭിക്കാൻ പറ്റും. സെല്ല് ചെയ്യുന്നവർക്കാണെങ്കിൽ നമ്മുടെ മെറ്റീരിയൽസിൻ്റെയും നമ്മൾ ഉണ്ടാക്കുന്ന എഫേർട്ടിൻ്റെയൊക്കെ അത് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ഒരു പ്രൈസ് ഇട്ടിട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിതുവരെ ഓൺലൈനിൽ നിന്നും ഇത് സെല്ല് ചെയ്യാറില്ല. ഇതെല്ലാം ഉണ്ടാക്കി ഞാൻ തന്നെ ട്രയൽ ചെയ്ത് നോക്കാറാണ് പതിവ്. അപ്പോൾ വീഡിയോസിന് ഉടനീളം വോയിസ് ഓവർ കൊടുക്കുന്നത് ആദ്യമായിട്ടാണ്, ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ മ്യൂസിക്കാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ മ്യൂസിക് കൊടുക്കുമ്പോൾ അതിൻ്റേതായ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ ഉടനീളം വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നിങ്ങൾക്കത് കേട്ടിട്ട് ബോറടിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്ത് പോണേ. അപ്പോൾ ഇയറിങ്സിൻ്റെ ഈ സ്റ്റഡൊക്കെ നമുക്ക് ഒരു തവണ വാങ്ങിക്കഴിഞ്ഞാൽ തന്നെ അത് അതിലൊത്തിരി ഉണ്ടാവും, ക്വാണ്ടിറ്റി ഉണ്ടാവും. അപ്പോൾ നമുക്ക് എത്ര വേണോ നമുക്കത് തീരുന്നത് വരെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഗോൾഡ് കവറിങ് ആയിട്ടുള്ള സ്റ്റോൺസിനും കുറച്ച് റേറ്റ് കൂടുതലാണ്. അപ്പോൾ നമ്മുടെ ചെറിയ മെറ്റീരിയൽസൊക്കെ വാങ്ങിച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. പിന്നെ താഴോട്ട് ഹാങ്ങിങ്സിനായിട്ടിടുന്ന ഈ സ്റ്റോൺസും മുത്തും കുങ്കുരുവും ഒക്കെ അല്ലേ, അപ്പോൾ അതും കുറച്ച് അത്യാവശ്യം റേറ്റ് ഉള്ള സാധനങ്ങളാണ്. അപ്പോൾ നമ്മൾ ആദ്യം ജസ്റ്റ് നമ്മുടെ അടുത്തുള്ള ഷോപ്പിൽ എന്തെങ്കിലുമൊക്കെ ട്രയലായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മുത്തോ എന്തെങ്കിലുമൊക്കെ വാങ്ങി ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ സക്സസ് ആവുകയാണെങ്കിൽ വലിയ വില കൊടുത്തൊക്കെ വാങ്ങിച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഞാൻ ഒന്ന് ട്രയൽ ചെയ്ത് നോക്കിയിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണിച്ചു തരുന്നത്. അപ്പോൾ പെയറായിട്ട് ചെയ്തിട്ട് അതിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരുന്നതാണ്. ഷോർട്ട് വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും, ഈ ഐപ്പിനുകളെല്ലാം സെറ്റ് ചെയ്തിട്ട് വാക്സ് സ്ട്രിപ്പാണ് അതിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ അത് ഫൈനൽ ലുക്ക് ഇതുപോലെയാണ് കിട്ടിയിരിക്കുന്നത്. എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ട് ഇടണേ. അപ്പോൾ സൺലൈറ്റിൻ്റെ വെളിച്ചത്തിൽ വയ്ക്കുമ്പോഴാണ് ഇങ്ങനത്തെ ഇയറിങ്സിൻ്റെയൊക്കെ ഫൈനൽ ലുക്ക് അടിപൊളിയായിട്ട് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ആ ഒരു സൺലൈറ്റിൻ്റെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ ഇഷ്ടമാവുന്നതിൽ സബ്സ്ക്രൈബും ലൈക്കും കമൻസും ഒന്നും തരാൻ മറക്കല്ലേ. ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോളോയും കൂടി ചെയ്തേക്കണേ. അപ്പോൾ നെക്സ്റ്റ് യൂസ്ഫുൾ വീഡിയോ വരാം. അതുവരേക്കും ബൈ.